തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന കുട്ടികൾക്ക് വയറിളക്കവും ഛർദിയും. വിവിധ സമയങ്ങളിൽ ചികിത്സയ്ക്കെത്തിയ 8 കുട്ടികളിലാണ് രോഗബാധയുണ്ടായത്. ഈ കുട്ടികളൊന്നും ഒരേ സ്ഥലങ്ങളിൽ നിന്ന് ഭക്ഷണം കഴിച്ചവരോ വെള്ളം കുടിച്ചവരോ അല്ല. ആരോഗ്യവകുപ്പിനെ ആശങ്കപ്പെടുത്തുന്നത് ഇതാണ്. സ്ഥലത്തെത്തിയ DMO സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ഇന്നലെ രാത്രി 2 മണി മുതലായിരുന്നു. 2 മണിക്ക് ഛർദ്ദിച്ചു. അങ്ങനെ നേഴ്സിൻ്റെ അടുത്ത് പോയി പറഞ്ഞപ്പോഴത്തേക്കും നേഴ്സ് പറഞ്ഞു ഡോക്ടറൊന്നുമില്ല, രാവിലെ ഇഞ്ചക്ഷൻ എന്തായാലും കൊടുക്കാമെന്ന് പറഞ്ഞു. അവർ ഡ്യൂട്ടി ഡോക്ടറെ വിളിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്യാതെ ഞങ്ങൾ അത്രയും നേരം 6 മണി വരെ വെയിറ്റ് ചെയ്തിരുന്നു മോനെ വെച്ചുകൊണ്ട്. മോന് നല്ല വയറുവേദനയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 6 മണിയായപ്പോഴത്തേക്കും എല്ലാവരും കൂട്ടത്തിൽ ഇഞ്ചക്ഷൻ എടുക്കും പോലെ അങ്ങോട്ട് പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ എടുത്തത്, റാൻഡാക്കിൻ്റെ ഇഞ്ചക്ഷൻ. ഇന്നലെ രാത്രി മോൾ ഛർദ്ദിച്ചതിന് ശേഷം ORS കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അത് തുറന്ന് നോക്കിയപ്പോഴാണ് അതിൻ്റെ അകത്ത് ഈ കറുത്ത് പായൽ ഉള്ളതിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടപ്പിലും അതിൻ്റെ അകത്തും എല്ലാം പായൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. വിവരങ്ങളുമായി അരുൺ മോഹൻ ചേരുന്നു. അരുൺ, ആശുപത്രിയിൽ നിന്ന് രോഗബാധ കുട്ടികൾക്കുണ്ടായി എന്നാണോ സംശയിക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൂട്ടിരിപ്പുകാരൊക്കെ പറയുന്നത്? ആശുപത്രിയിൽ നിന്നാണോ പകർന്നത് എന്നുള്ളത് ഇനിയും കണ്ടെത്താനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടികൾ വിവിധ സമയങ്ങളിൽ എത്തിയ കുട്ടികളാണ്, അവിടെ ചികിത്സ തേടി എത്തിയവരാണ്. ആശുപത്രിയിലെ പീഡിയാട്രിക് വിഭാഗത്തിൽ ആ വാർഡിൽ കഴിയുകയായിരുന്നു ഈ കുട്ടികൾ. 1.5 വയസ്സ് മുതൽ 8 വയസ്സുള്ള വിവിധ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇതിനകത്തുണ്ടായിരുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കുട്ടികൾ ആരും തന്നെ ഒരേ സ്ഥലത്ത് നിന്ന് ഭക്ഷണം വാങ്ങി കഴിച്ചവരല്ല, ഒരേ സ്ഥലത്ത് നിന്നുള്ള വെള്ളം വാങ്ങി കുടിച്ചവരല്ല എന്നുള്ളതാണ് നമുക്ക് എടുത്തു പറയാനുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇതെവിടെ നിന്ന് ഈ രോഗം പെട്ടെന്ന് പടർന്നു. എല്ലാ കുട്ടികൾക്കും ഇന്നലെ രാത്രിയോടുകൂടിയായിരുന്നു ഈ ഒരു സംഭവം അരങ്ങേറിയത്. രാത്രിയായിരുന്നു കുട്ടികൾ കഠിനമായ വയറുവേദനയും ഒപ്പം ഛർദിലും വയറ്റിളക്കവുമായി കുട്ടികൾക്ക് രൂപപ്പെടുകയായിരുന്നു. തുടർന്ന് ആശുപത്രി അധികൃതരെ രക്ഷിതാക്കൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ചികിത്സ ഇന്ന് ഉച്ചയോടുകൂടി ലഭിച്ചു എന്നുള്ളത് ഗുരുതരമായ ഒരു ആരോപണം. കാരണം വിളിച്ചു കഴിഞ്ഞാൽ ഡോക്ടറില്ല, വിളിച്ചാൽ ഡോക്ടറെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് കൈയൊഴുകിയായിരുന്നു അവിടെ ഡ്യൂട്ടിക്കുണ്ടായിരുന്ന നഴ്സുമാർ എന്നാണ് കൂട്ടിരിപ്പുകാർ പറയുന്നത്. എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് എവിടെ നിന്ന് ലഭിച്ചു എന്നുള്ളത് നമുക്കറിയില്ല. അതേസമയം ആരോഗ്യ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി കൂടുതൽ പരിശോധന നടത്തി. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രദേശത്തുള്ള അല്ലെങ്കിൽ ഈ ആശുപത്രിക്ക് ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള സാമ്പിളുകൾ, ആഹാര സാമ്പിളുകൾ സ്വീകരിച്ച് അവ പരിശോധനയ്ക്ക് അയക്കാനുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഒരു വിഷയം ഉള്ളത്, ഇന്നലെ ഉച്ചയ്ക്ക് എപ്പോഴായിരിക്കാം അങ്ങനെയാണെങ്കിൽ കുട്ടികൾ കഴിച്ചത്, ആ ഭക്ഷണം എന്തായാലും അത് കഴിഞ്ഞിരിക്കാം. അപ്പോൾ അത് ആ സാമ്പിൾ എടുക്കുന്നത് എത്ര കണ്ട ഫലം കാണുമെന്നുള്ളത് ബുദ്ധിമുട്ടാകും എന്നുള്ളതും ചില വൃത്തങ്ങൾ നമ്മളോട് സൂചിപ്പിക്കുന്നു. പക്ഷേ എന്തായാലും 8 കുട്ടികൾ ആരോഗ്യ അവസ്ഥ മോശമായതിനെ തുടർന്നായിരുന്നു അവിടെ വയറിളക്കവും ഛർദിലുമായി ഇരിക്കുകയായിരുന്നു. കുട്ടികളെ ഇപ്പം തൽക്കാലം മറ്റൊരു വാർഡിലേക്ക് മാറ്റി. ഇവരുടെയൊക്കെ നില ഇപ്പം മെച്ചപ്പെട്ടിട്ടുണ്ട്. രേണുക, അരുൺ മോഹനാണ് വിവരങ്ങൾ നൽകിയത്.